നിസ്കാരം നടുറോഡിൽ പാലക്കാടാണ് സർ സംഭവം. ഇത് വന്ന് വന്ന് മതേതര കേരളം എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായല്ലോ സർ. അല്ല, അങ്ങനെയല്ല. ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ മതത്തിൻ്റെ പേരിൽ പൊതുവഴികളിലും പെരുവഴികളിലും ആളുകൾ ഇറങ്ങി നിന്ന് ഗോഷ്ഠി കാണിക്കുന്നത് നിരോധിക്കപ്പെടുക തന്നെ വേണം. കർശന നടപടി അതിനെതിരെ എടുക്കണം, ഏത് മതമായാലും. ഇപ്പോൾ ഈ ഉത്സവ സീസണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, പെരുന്നാൾ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു യാത്ര എന്ന പ്രൊസഷനുണ്ട്. ആ പ്രൊസഷൻ മുഴുവൻ നടുറോട്ടിൽ കൂടിയാണ് വരുന്നത്. നമ്മുടെ സഞ്ചാരം തടയുകയും ചെയ്യും. കാരണം ഈ റോട്ടിലിറങ്ങി സഞ്ചാരം എത്ര മണിക്കൂർ തടഞ്ഞു എന്നുള്ളത് ഒരു മതത്തിൻ്റെ ശക്തിയായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇത് താലപ്പൊലി പോകുന്ന സമയത്ത് 2 മണിക്കൂറാണ് ഗതാഗതം തടഞ്ഞതെങ്കിൽ, നമ്മുടെ ഈ കുരിശുയാത്ര പോകുന്ന സമയത്ത് അത് 3 മണിക്കൂറാക്കി മാറ്റണം എന്നാണ്. നേരെ തിരിച്ചും അവരുടെ 3 ആണെങ്കിൽ ഇവർ 4 ആക്കും. അപ്പോൾ ഇത് ഒരു രീതിയാണ്. ഇതിൽ ഏറ്റവും പ്രകടമായി കാണുന്നൊരു, ഇത് വല്ലപ്പോഴും കാണാറുള്ളൂ, ഉത്സവത്തിൻ്റെ അവസരമാണ്. അത് ഈ ഇത് തെക്കോട്ട് പോകുന്തോറും ഈ ചില ഇതൊക്കെ എടുത്തിട്ട്, ചില കുതിരയുടെയും അതിൻ്റെയൊക്കെ പൊയ്ക്കാലൊക്കെ വെച്ചിട്ട് ഇതുണ്ടാക്കിയിട്ട് അതിങ്ങനെ റോട്ടിൽ കൂടി കൊണ്ടു നടക്കുന്നത് കാണാം. അത് വരുമ്പോഴും യാത്ര തടസ്സപ്പെടുന്നത് സാധാരണ മനുഷ്യരുടേതാണ്. പെരുവഴിയും യാത്ര തടയുന്ന വിധത്തിൽ മതങ്ങളെയും ദൈവങ്ങളെയും പ്രീണപ്പെടുത്തുന്ന ഒരു സംവിധാനം നന്നല്ല. ഇത് എല്ലാ ആഴ്ചയും നടത്തുന്നൊരു വിഭാഗമുണ്ട്. അത് വെള്ളിയാഴ്ച നിസ്കാരം നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്കുള്ള നിസ്കാരം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥന പള്ളിയിലായിരിക്കില്ല. ആ പ്രാർത്ഥന പള്ളിക്ക് മുമ്പിലുള്ള റോട്ടിലായിരിക്കും നടക്കുക. ആ സമയത്ത് ആ റോഡിൽ കൂടെ ആർക്കും പോകാൻ പറ്റില്ല. കൽക്കട്ടയിലുണ്ട്, ബോംബെയിലുണ്ട്, മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും പല നഗരങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും. അത് ജുമാ എന്താണ് വേറൊരു പേരുണ്ട് വെള്ളിയാഴ്ച നിസ്കാരത്തിന്. അതിനെല്ലാവരും കൂടി വന്നിട്ട് ഇവർ റോട്ടിലിറങ്ങി നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെന്തോ റോട്ടിലിറങ്ങി നിന്ന് ഇത് ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. ആ സംബന്ധത്തിൽ 2 മണിക്കൂർ ആരും യാത്ര ചെയ്യേണ്ടതില്ല എന്നാണ് ഇവർ കരുതുന്നത്. സർ, ഇതിപ്പോൾ കേരളത്തിലാണെങ്കിലും പ്രകടമായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴായിട്ട് പലയിടങ്ങളിൽ റോഡുകളിൽ തന്നെ നിസ്കരിക്കുന്നതൊക്കെ. ഇപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ആരും എതിരല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ സർ, എല്ലാവരും കരുതുകയാണ് അവരവരുടെ പ്രാർത്ഥനകൾ ഇത്തരത്തിൽ റോഡുകളിൽ നടത്താം എന്നുള്ളത് മറ്റുള്ളവരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കാര്യം മാറില്ലേ? ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഈ റോഡിൽ വരുന്ന സമയത്ത് ആ റോഡിൽ കൂടി ഒരു ആംബുലൻസ് പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഇതിപ്പോ ഈ സ്ത്രീ നിസ്കരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ കണ്ട ഈ വീഡിയോയിൽ റോഡിന്റെ ഒത്ത നടുക്ക്, ഈ സ്ത്രീ റോഡിൻ്റെ ഒത്ത നടുക്ക് ഒരു നിസ്കാരപ്പായ നിവർത്തിയിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. വാഹനങ്ങൾക്ക് പോകണ്ടേ അതുവഴി? ഒരു സിനിമയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ലോക്കപ്പിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് ജഗതി ശ്രീകുമാർ ഇറങ്ങി നടക്കുന്നൊരു രംഗമുണ്ട്. അപ്പം നടറോട്ടിൽ പായ വിരിച്ചിട്ട്, ഞാൻ പില്ലടാ നിൻ്റെ വീട്ടിൽ വന്ന് കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപിപ്പിച്ച് തല്ലുണ്ടാക്കി അവിടെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിലാണ് ഇയാളുടെ ഒരു നിധി വെച്ചേക്കണം, അത് അവിടെ കയറി എടുക്കണം, അതിന് വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുന്നതാണ്. ആ രീതിയിലാണ് ഇത് നടു റോട്ടിൽ, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ടല്ല, ഫുട്പാത്തിലല്ല, നടു റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. അത് ഒരു മതത്തിൻ്റെയും അവകാശമായി കരുതാൻ സാധ്യമേ അല്ല. പക്ഷേ ഒരുപക്ഷെ നാളെ നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് മതേതരത്വം പൂത്തുലയുന്ന കേരളത്തിൽ ഇതിനും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് രീതിയിലായിരിക്കാം. അല്ല, മതേതരത്വം പൂത്തുലഞ്ഞോട്ടെ, അതിലൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷേ മതേതരത്വം പൂത്തുലഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു വിഭാഗത്തിന് ഇങ്ങനെ ചെയ്യാനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിഭാഗക്കാരും ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? അതെ, അതൊരു ഭേദിതമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അരാജകത്വം വരും. അതാണ് പ്രശ്നം. മത അനുഭവവും മതജീവിതവും
മറ്റുള്ളവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ അതിനെ നിരോധിക്കേണ്ടി വരും. പക്ഷെ അത് ഈ ഒരു പ്രത്യേക മതവിഭാഗം മാത്രമല്ല ഇത്തരത്തിൽ ചെയ്യുന്നുള്ളൂ സർ. അല്ല, അത് ചെയ്യുന്നത് അത് ആ മതവിഭാഗത്തിൽപ്പെട്ടവർ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവർ നിയന്ത്രിക്കാൻ വേണം. ഇനി അവർ അത് നിയന്ത്രിക്കാൻ മടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഗവൺമെൻറ് ശക്തമായിട്ട് ആ കാര്യത്തിൽ ഇടപെടണം. പക്ഷേ കാരണം ഇതൊന്നും ഇങ്ങനെ പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാവരും ചെയ്താൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. എല്ലാവരും ചെയ്താൽ എന്തു ചെയ്യും? നാളെ ഹോമം നടത്താൻ നടുറോട്ടിൽ നിന്ന് ഹിന്ദുക്കൾ ഹോമം നടത്തിയാൽ എന്തു ചെയ്യും? അത് വർഗീയതയാവില്ല സർ. ചെയ്യാൻ പാടില്ലല്ലോ, ചെയ്യാൻ പാടില്ല. ആരായിരുന്നാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും, പൊതുവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആർക്കെങ്കിലും സ്വകാര്യവൽക്കരിച്ച് വെക്കാനുള്ളതല്ല. അത് മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും ആ പൊതുവഴിയെ സ്വകാര്യവൽക്കരിച്ച് വെക്കുന്ന ഒരു സമ്പ്രദായത്തിനെതിരെ തന്നെ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്കെതിരെ കേസെടുക്കണം. കാരണം അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. റോഡ് നിയമങ്ങൾ ലംഘിച്ചേക്കാണ്. സുരക്ഷ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ സർ. അവരുടെ സുരക്ഷ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുള്ള അവസ്ഥ, തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പായുകയാണ്. അല്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നുകിൽ അവർക്ക് ബുദ്ധിസ്ഥിരതയില്ലാത്ത സ്ത്രീയാണോ, ആണെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കണം. അതല്ല, ബുദ്ധിസ്ഥിരത ഉണ്ടായിട്ടും മതത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് ഇത് നടത്തുന്നതെങ്കിൽ അത്തരം കമ്മിറ്റ്മെൻറ്റുകൾ പാടില്ല എന്ന് പറയാനുള്ള വിവേകം മറ്റുള്ളവർ കാണിക്കണം. മറ്റാരെങ്കിലും ഇവരെ കച്ചകെട്ടി ഇറക്കിയതാണെങ്കിലോ സർ? അതും സംശയിക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവരെ കരുവാക്കി ഇറക്കിയതും ആകാം. അതാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെ ഇറക്കിയവർക്കെതിരെ നടപടിയെടുക്കുകയും ഇവരെയും നടപടിയെടുക്കണം. കാരണം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തികേട് ചെയ്യാൻ വേണ്ടി നടുറോട്ടിൽ ഇറങ്ങി നിൽക്കരുത്. നടുറോട്ടിൽ നിന്നിട്ടാണ് ഈ വൃത്തികേട് ചെയ്യുന്നത്. അത് ഞാൻ വൃത്തികേടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വൃത്തികേടാണ്. പ്രാർത്ഥന ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തില്ലെങ്കിൽ അത് വൃത്തികേടായി പോകും. എന്തിനും അതിൻ്റെതായ ഒരു സ്ഥലമുണ്ടല്ലോ സർ. ആ സ്ഥലത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഡർട്ടിനെ കുറിച്ചുള്ള നിർവചനം എനിത്തിങ് ഔട്ട് ഓഫ് പ്ലേസ് ഈസ് ഡർട്ട് എന്നാണ്. അതെ, എവിടെയാണ് അത് ഒരു അസ്ഥാനത്ത് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് അഴുക്കായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ സർക്കാർ സാർ പറഞ്ഞ പോലെ ഇവർക്കെതിരെ നടപടിയെടുക്കണം, അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് പിണറായി സർക്കാരാണ്. അവർ ഇത്തരത്തിലൊരു നീക്കത്തിന് മുതിരുമോ? അല്ല, മുതിർന്നില്ല എങ്കിൽ നാളെ ഇതെല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഗവൺമെൻറ് ജോലി എന്താണ്? ഈസ്മെൻ്റ് റൈറ്റ് ഉറപ്പുവരുത്തലല്ലേ, സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണ്ടേ? ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഫ്ലക്സ് വെച്ചതിൻ്റെ പേരിൽ പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ ഫ്ലക്സ് വെച്ചു BJP. 19-20 ലക്ഷം രൂപയാണ് ഫൈൻ വന്നിരിക്കുന്നത്. അത് ചെയ്യണം. അത് BJP ആയതുകൊണ്ടും പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ടും ആ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമലംഘനത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ആരായിരുന്നാലും. അതിപ്പോൾ BJP മേയറായാലും ഏത് മേയറായാലും അത് അങ്ങനെ തന്നെ ചെയ്യണം. BJP മേയർക്ക് അതിനുള്ള ധൈര്യമുണ്ട്. പക്ഷേ ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയം. അല്ല, ഇതിന് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലല്ലോ നടപടി എടുക്കേണ്ടത്, അവിടുത്തെ ലോക്കൽ പോലീസല്ലേ. ലോക്കൽ പോലീസിന് അതിന് അധികാരം ഉണ്ടാകും. നിയമപരമായിട്ട് അധികാരമുണ്ട്. പക്ഷെ അത് നടപ്പാക്കാനായിട്ട് നടപ്പാക്കാൻ അവർ നടപ്പാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഈ പണിക്കിരിക്കരുത്. കാരണം IPSകാർക്ക് ഭരണഘടനാ പരിരക്ഷ ഉണ്ട്, അതറിയാമോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും IPSകാർക്ക് വിശേഷിച്ചും അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട് സർ. പക്ഷേ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഒഴുക്കൻ മട്ടിൽ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നു, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇവർ ചെയ്യേണ്ട ജോലി ഇവർ ചെയ്യുകയാണെങ്കിൽ ഇത് സംഭവിക്കില്ല. ഇവർ ചെയ്യേണ്ട ജോലി ചെയ്യണ്ടേ? ഭയം കൊണ്ടായിരിക്കില്ലേ? ഏത് അങ്ങനെ മുഖ്യമന്ത്രി ഇവർ ഭയക്കണ എന്തിനാണ്? ഇയാൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു IPSകാരനാ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കണ്ട് പിരിച്ചു വിട്ടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വേണം. അപ്പോൾ പിന്നെ ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഈ മതവിഭാഗത്തെ ഭയമില്ലേ സർ? മതവിഭാഗത്തെ ഭയന്നു കഴിഞ്ഞാൽ അങ്ങനെ പോലീസിൻ്റെ പണി അങ്ങനെ ഭയമുള്ളവർക്ക് പറഞ്ഞേക്കണതല്ല.
സർക്കാരിന് തന്നെ സർക്കാർ തന്നെ ഇവരുടെയൊക്കെ ഒരു ഞാൻ ചോദിക്കട്ടെ, പ്രീണനം ഞാൻ നടത്തുന്നില്ലേ സർ? ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു SP ഇതിനെതിരെ നടപടി എടുത്തതിന് ശേഷം സർക്കാർ ആ SPക്കെതിരെ നീങ്ങണമെങ്കിൽ നിങ്ങൾ പറയണത് ശരിയാണ്, അല്ലെങ്കിൽ ശരിയല്ല. ഇവർ ചെയ്യേണ്ടത് ഇവർ ചെയ്യണ്ടേ? അത് ചെയ്തതിന് ശേഷം അപ്പോൾ സർക്കാർ നടപടി എടുക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇപ്പം അങ്ങനെ ഇത് പോലീസിൻ്റെ ലെവലിൽ ആക്ഷൻ എടുക്കേണ്ടതാണ്. ഞാനും മുഖ്യമന്ത്രിയുടെ ആജ്ഞ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. മുഖ്യമന്ത്രിക്ക് അതല്ലല്ലോ പണി. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുകയും ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം.